എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടെസ്റ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഫെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് കേസുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ഐ ഡി ഓപ്പൺ ചെയ്യുവാണ്. ഞാൻ എക്ലിപ്സിനകത്ത് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്സ് എന്ന് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ വെബ് ഡ്രൈവറിൻ്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റപ്പ് എന്നൊരു മെത്തേഡ് ഉണ്ട്. അതിനെ അനോട്ടേറ്റ് ചെയ്യാൻ വേണ്ടി @before മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മെത്തേഡ് ക്രോം ലോഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ URL ക്രോമിൽ ലോഞ്ച് ചെയ്യാനും പിന്നെ വിൻഡോ മാക്സിമൈസ് ചെയ്യാനും പിന്നെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വെയിറ്റും കൂടിയാണ് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളത് ടൈറ്റിൽ ടെസ്റ്റ് എന്നുള്ള ഒരു ടെസ്റ്റ് മെത്തേഡാണ്. പാഗ്രാഫ്സ് എന്ന വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള ടെസ്റ്റ് കേസ് ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് ആണ്. ഇത് സ്വാഗ്രാഫ്സ് എന്ന വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം ലോഗിൻ പേജിൽ ലോഗിൻ എന്ന ബട്ടൺ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് കേസ് എഴുതിയിരിക്കുന്നത്. പിന്നെയുള്ളത് ടിയർ ഡൗൺ എന്ന മെത്തേഡാണ്. പിന്നെ അനോട്ടേറ്റ് ചെയ്യാൻ വേണ്ടി @after മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മെത്തേഡിനകത്ത് ഡ്രൈവർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡാണ് എഴുതിയിരിക്കുന്നത്. അതായത് ക്രോമിൻ്റെ വിൻഡോ ക്ലോസ് ആവും എക്സിക്യൂഷന് ശേഷം. ഇനി ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലെ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് മാത്രം ഞാൻ ഇന്റൻഷനലി ഫെയിൽ ചെയ്യിക്കാൻ പോവുകയാണ്. ഞാൻ എക്സ്പെക്റ്റഡ് ടൈറ്റിലിനകത്ത് ഒരു എക്സ്ട്രാ G ആഡ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്ലാസ് ഫയൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ടെസ്റ്റ് കേസ് ഫെയിൽ ആവും. അങ്ങനെ ഫെയിൽ ആകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് മാത്രമായിട്ട് നമുക്ക് വീണ്ടും റീറൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഒരു വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ടെസ്റ്റ് കേസ് ഫെയിൽ ആക്കിയതിന് ശേഷം ഞാൻ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ പോവാണ്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റണ്ണസ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയി. സെക്കൻഡ് ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ആയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ടെസ്റ്റ് കേസ് ഫെയിലായി, ഒരു ടെസ്റ്റ് കേസ് പാസ്സായി. ഫെയിലായത് ടൈറ്റിൽ ടെസ്റ്റ് ആണ്. നമ്മൾ ഇന്റൻഷനലി അത് ഫെയിൽ ചെയ്യിപ്പിച്ചാണ്. അപ്പം ഈ ഒരു ക്ലാസ് 2 ടെസ്റ്റ് കേസ് നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇപ്പം നമുക്ക് 5-6 ടെസ്റ്റ് കേസ് ഉണ്ട്. അതിൽ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് മാത്രം ഫെയിലായി. അത് മാത്രം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് കേസിലെ മിസ്റ്റേക്ക് നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് അത് ഈ ക്ലാസ് തന്നെ റൺ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ടെസ്റ്റ് കേസും കൂടെ അതിൻ്റെ കൂടെ റൺ ആകും. അത് ഒഴിവാക്കാൻ വേണ്ടി ടെസ്റ്റ് ഫെയിൽഡ് ടെസ്റ്റ് കേസ് മാത്രം റൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ബൈ ഡീഫോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യുമ്പോൾ ഫെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് കേസുകളെല്ലാം ടെസ്റ്റ് ഔട്ട്പുട്ടിനകത്ത് ടെസ്റ്റ് fail.xml എന്ന ഫയലിനകത്ത് ലിസ്റ്റ് ചെയ്യും. ടെസ്റ്റ്-fail.xml എന്നുള്ള ആ ഫയൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പം ഇതിനകത്ത് ഫെയിൽ ആയ ടൈറ്റിൽ ടെസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്താക്കുന്നതാണ്. അപ്പം ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ്-failed.xml എന്നുള്ള ഫയലിനകത്തെ ടെസ്റ്റ് കേസ് മാത്രം റൺ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. ഇനി ഞാൻ വീണ്ടും ഇത് റൺ ചെയ്യുന്നതിൽ അർത്ഥമില്ല, കാരണം ഇത് ഓൾറെഡി ഫെയിൽഡ് ആണ്. അപ്പോൾ നമ്മൾ ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് കറക്റ്റ് ആക്കിയിട്ട് വേണം വീണ്ടും റൺ ചെയ്യാൻ. അപ്പം ഞാൻ സ്വാഗ്ലാബ്സിൻ്റെ എക്സ്ട്രാ G ആഡ് ചെയ്ത് റിമൂവ് ചെയ്തു. അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് വീണ്ടും റൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഈ ഒരു സ്യൂട്ട് ഫയൽ മാത്രം റൺ ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന റണ്ണസ് ടെസ്റ്റ് സ്യൂട്ട്. അപ്പം ടൈറ്റിൽ ടെസ്റ്റ് എന്നുള്ള ആ മെത്തേഡ് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. അപ്പോൾ അത് പാസ്സാകും, കാരണം നമ്മൾ ആ ടെസ്റ്റ് കേസിലെ എറർ മാറ്റി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പാസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലാസ്സിലെ ടൈറ്റിൽ ടെസ്റ്റ് ഇന്റൻഷനലി ഫെയിൽ ചെയ്യിപ്പിച്ച പോലെ നമുക്ക് ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് ഫെയിൽ ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴും അപ്ഡേറ്റ് ടെസ്റ്റ്-fail.xml വരുന്നുണ്ടോ നോക്കാം. ഞാൻ ഈ ട്രൂ എന്നുള്ള വാല്യൂ ഇന്റൻഷനലി ഫോൾസ് ആക്കുവാണ്. ഇനി നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന ഈ ക്ലാസ് ആയിരിക്കില്ല, പകരം നമ്മൾ ഒരു XML ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ക്ലാസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇത് ക്ലാസ് ഫയൽ റൺ ചെയ്താലും സ്യൂട്ടായിട്ട് റൺ ചെയ്താലും
ടെസ്റ്റ് കേസുകൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഫെയിൽ ആയ ടെസ്റ്റ് കേസിന് ഡീറ്റെയിൽസ് ആയിരിക്കും ടെസ്റ്റ് ഫെയിൽ ഡോട്ട് എക്സ്എംഎല്ലിനകത്ത് വരാൻ പോകുന്നത്. ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫെയിൽ ഡോട്ട് എക്സ്എംഎൽ ടെസ്റ്റ് ഹൈഫൻ ഫെയിൽ ഡോട്ട് എക്സ്എംഎല്ലിനകത്ത് കിടക്കുന്ന ടൈറ്റിൽ ടെസ്റ്റ് എന്നുള്ള ആ മെത്തേഡ് തന്നെയാണ്. കാരണം ഇതാണ് ഈ മെത്തേഡാണ് അവസാനം ഫെയിൽ ആയത്. ഇനി നമ്മൾ ഈ ടെസ്റ്റ് റിപ്പോർട്ട് ഡോട്ട് എക്സ്എംഎൽ എന്ന ട്യൂട്ട് റൺ ചെയ്ത് കഴിയുമ്പോൾ റൺ ആകാൻ പോകുന്ന ഈ ക്ലാസ് ആണ്. അപ്പം ഈ ക്ലാസ്സിനകത്ത് ഇപ്പം ഫെയിൽ ആകാൻ പോകുന്നത് ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് എന്നുള്ള ഈ മെത്തേഡ് ആയിരിക്കും. കാരണം നമ്മൾ ഇൻറ്റൻഷ്യലി ട്രൂ എന്നുള്ള വാല്യൂ ഫോൾസ് ആക്കി. അപ്പോൾ ആ അപ്ഡേറ്റ് ടെസ്റ്റ് ഫെയിൽ ഡോട്ട് എക്സ്എംഎല്ലിനകത്ത് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഞാൻ ടെസ്റ്റ് റിപ്പോർട്ട് ഡോട്ട് എക്സ്എംഎൽ റൺ ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ, ട്യൂട്ടായിട്ട് റൺ ചെയ്യുമ്പോഴും അല്ലാതെ ക്ലാസ് ആയിട്ട് സെപ്പറേറ്റ് റൺ ചെയ്യുമ്പോഴും ടെസ്റ്റ് കേസുകൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉറപ്പായിട്ടും ടെസ്റ്റ് ഫെയിൽ ഡോട്ട് എക്സ്എംഎല്ലിനകത്ത് വരും. ഇനി നമുക്ക് ഈ ട്യൂട്ട് ഒന്ന് റൺ ചെയ്യാം. ഞാൻ റൺ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് റിപ്പോർട്ട് ഡോട്ട് എക്സ്എംഎൽ എന്ന ട്യൂട്ടാണ്. അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ക്ലാസ് സെയിം തന്നെയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റണ്ണസ് ടെസ്റ്റ് സ്യൂട്ട്. ഫസ്റ്റ് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ആയി. നമുക്ക് റിസൾട്ട് നോക്കാം. ഇത്തവണ ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് ആണ് ഫെയിൽ ആയിരിക്കുന്നത്. ടൈറ്റിൽ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. നമ്മൾ ഇന്റൻഷ്യലി ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് ഫെയിൽ ചെയ്യിപ്പിച്ചതാണ്. അപ്പം ആ ഒരു അപ്ഡേറ്റ് ടെസ്റ്റ് ഫെയിൽ ഡോട്ട് എക്സ്എംഎല്ലിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ടെസ്റ്റ് ഹൈഫൻ ഫെയിൽ ഡോട്ട് എക്സ്എംഎൽ എന്ന ട്യൂട്ട് ഫയല് അപ്ഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. ടൈറ്റിൽ ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് മാറി ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്യൂട്ട് റൺ ചെയ്യുന്നതിൽ വീണ്ടും റൺ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഓൾറെഡി അത് ഫെയിൽഡ് ആണ്. അപ്പോൾ നമുക്ക് ആ ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇനിഷ്യലി അത് ഫെയിൽ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ ഫോൾസ് മാറ്റി ട്രൂ ആക്കുവാണ്. അതിനുശേഷം ഞാൻ ടെസ്റ്റിന്റെ ഫെയിൽ ഡോട്ട് എക്സ്എംഎൽ എന്നുള്ള സ്യൂട്ട് മാത്രം റൺ ചെയ്യുകയാണ്. അപ്പം ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് മാത്രം എക്സിക്യൂട്ട് ആവും. അപ്പോൾ അത് പാസ്സാവും. റണ്ണസ് ടെസ്റ്റിംഗ് സ്യൂട്ട് എന്നുള്ള ഓപ്ഷനെ ഞാൻ സെലക്ട് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് പാസ് ആയിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിന്റെ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എല്ലാവരും ഇത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.